അപ്പോൾ നമ്മളിന്ന് പുതിയൊരു എപ്പിസോഡ് തുടങ്ങുകയാണ്. നേരത്തെ നമ്മുടെ ചെന്ന സ്പീഷീസിനെ കുറിച്ചുള്ള നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ബൈച്ചറിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. ബൈച്ചർ എന്ന് പറഞ്ഞാൽ മെയിൻലി ഒരു ഫോസിൽ ഫിഷ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം മില്യൺസ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ ഭൂമിയിലുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കാണപ്പെടുന്നത് മെയിൻലി ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ അക്വേറിയം ട്രേഡിലൊക്കെ ഭയങ്കര കോമൺ ആയി തുടങ്ങിയ ഒരു ഫിഷാണ് സെനഗൽ. ഒത്തിരി പേർക്ക് ഇത് വളർത്താൻ ഇഷ്ടമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഇത് ഇഷ്ടമില്ലാത്തവരും നമ്മളിവിടെ ഉണ്ട്. നമുക്കതിനെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗ്രീൻ സെനഗലിനെ കുറിച്ചാണ്. അതായത് പോളിപ്റ്ററസ് സെനഗലസ് എന്നറിയപ്പെടുന്ന ഗ്രേ ബൈച്ചർ. നമ്മുടെ വീഡിയോ എടുക്കാൻ ഇന്ന് നമ്മുടെ പിക്സി കൂടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കളിയാ. അപ്പം ഗൈസ്, ഇത് ഈ ബൈച്ചർ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടത്തിന് സ്പീഷീസ് ഉള്ളതാണ്. മെയിൻലി എൻഡിച്ചെറി ബൈച്ചറുണ്ട്, ആൽബിനോ ബൈച്ചറുണ്ട്, ഇതുപോലെ തന്നെ നമ്മുടെ ഗ്രേ ബൈച്ചറുണ്ട്, റീഡ് സെനഗലുണ്ട്. അങ്ങനെ ഇഷ്ടത്തിന് സ്പീഷീസ് അടങ്ങുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗ്രീൻ സെനഗലിനെയാണ്. ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു ഇച്ചിരി വലുതായ ഒരു ഗ്രീൻ സെനഗലാണ്. കണ്ടില്ലേ, ഒരു ഡ്രാഗൻ്റെ ഒക്കെ ഒരു ഷേപ്പുണ്ട്. ഇതുണ്ട്, വാലൊക്കെ നോക്കി. ഞാനിത് കയ്യിലെടുത്ത് കാണിക്കാം. പാമ്പിൻ്റെ കൂട്ട അതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, വാലൊക്കെ കണ്ടില്ലേ. ഇതെന്ന് പറഞ്ഞാൽ അത്ര വലിയ അഗ്രസീവായിട്ടുള്ളൊരു സ്പീഷീസ് ഒന്നുമല്ല. എന്ന് വെച്ചാൽ നമുക്ക് കമ്മ്യൂണിറ്റി ടാങ്കിലൊക്കെ ഇടാവുന്നേ ഉള്ളൂ. ഇത് അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനേക്കാളും സൈസ് കുറഞ്ഞ് ഇതിൻ്റെ വായിൽ കയറാൻ പറ്റുന്നതിനൊക്കെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. ഒരു മോഡറേറ്റ് അഗ്രസീവ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ വളർച്ചയെ പറ്റി പറയുവാണെങ്കിൽ ഇത് ഏകദേശം 50 സെൻറ്റിമീറ്റർ വരെ ഗ്രോത്ത് വെക്കും. പക്ഷേ നമ്മുടെ ആഫ്രിക്കയിൽ നിന്നൊക്കെ 90 സെൻറ്റിമീറ്റർ വരെ വളർന്ന വലിയ സ്പീഷീസിനെ കിട്ടിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഈ സ്പീഷീസിൽ ഏറ്റവും വലുതായിട്ട് വളർന്നത് എൻഡിച്ചെറി സെനഗലായിരിക്കും. അതാണ് ഏറ്റവും പെട്ടെന്ന് ഗ്രോത്ത് ആകുന്നത്. ഇത് അത്രയും ഗ്രോത്ത് ആകത്തില്ല, പെട്ടെന്ന് സൈസ് ആകത്തില്ല, ചെറുകെ സൈസ് വെക്കത്തുള്ളൂ. പിന്നെ പറഞ്ഞാൽ ഇതൊരു നൊക്ടേണൽ സ്പീഷീസാണ്. എന്ന് വെച്ചാൽ രാത്രി മാത്രമേ ഇത് ആക്റ്റീവ് ആകത്തുള്ളൂ അത്ര നന്നായിട്ട്. രാവിലെയൊക്കെ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇങ്ങനെ പതുങ്ങി കിടക്കും. രാത്രിയാണ് ഇത് ആക്റ്റീവ് ആകുന്നത്. ഫീഡൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓടിപ്പോയി പിടിക്കുന്ന കാണാം. പക്ഷെ രാവിലെ അതൊന്നും വലിയതായിട്ട് കാണാൻ പറ്റില്ല. രാത്രിയിലായിരിക്കും ഇത് ഫുൾ ആക്റ്റീവ് ആകുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഗ്രീൻ കളറുള്ളതുകൊണ്ട് ഒരു ആംബുഷ് പ്രെഡേറ്ററുമാണ്, എവിടെയെങ്കിലും മറഞ്ഞിരിക്കുകയും ചെയ്യും. കണ്ടില്ലേ, ഈ ഗ്രീൻ സെനഗൽ എന്ന പേര് വരാൻ കാരണം ഇതിപ്പോൾ ഇച്ചിരി കളർ കുറവാണ് ഇതിൻ്റെ. കണ്ടില്ലേ, ഈ മണ്ടയ്ക്ക് നോക്കിയാൽ കാണാം ചെറിയ ഗ്രീൻ കളർ കയറിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് അതിനെ ഗ്രേ ബൈച്ചർ എന്നോ ഗ്രീൻ സെനഗൽ എന്നോ വിളിക്കുന്നത്. ഒത്തിരി സമയമെടുത്ത് ഇത്ര തന്നെ ആകാൻ തന്നെ. ഇതിന് തന്നെ ഒരു കുഞ്ഞതിനെ നമ്മൾ വളർത്തുന്നുണ്ട്. അതിനെ നമുക്കിനി കാണാം. അതേണ്ട് ഗൈസ്, നമ്മൾ ഈ ടാങ്ക് വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗ്രീൻ സെനഗലിൻ്റെ ചെറുതാണ്. കണ്ടില്ലേ, ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇച്ചിരി പ്രായമുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇവൻ വളരുന്നത്. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് തന്നെ ഇപ്പോൾ ഒരു 5-6 മാസമായി, 5 മാസം സംതിങ് ആയി. ഇത് നമുക്ക് അതിൻ്റെ കൂടെ ഇടാം, വലിയതിൻ്റെ കൂടെ ഇടാം. കണ്ടോ, ഇതും അതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി കലങ്ങിയ വെള്ളത്തിൽ, ഇച്ചിരി കരിയിലൊക്കെ ഉള്ള വെള്ളത്തിൽ കിടന്നുകൊണ്ടാണ് ഈ ഒരു ഡാർക്കിഷ് കളർ കയറി വന്നത്. അവൻ ഇച്ചിരി നല്ല വെള്ളത്തിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം. എത്ര നാളെടുക്കുമെന്നറിയാമോ ഈ ഒരു സൈസിൽ നിന്ന് അതിലോട്ടെത്താൻ. കണ്ടില്ലേ, ഇവന് നല്ല ഗ്രീനിഷ് കളറുണ്ട്. കണ്ടോ, ഇവൻ്റെ ടെയിൽ കാണിക്കാം. കണ്ടോ, കണ്ടില്ലേ. ഇപ്പം വെള്ളമൊക്കെ ഇച്ചിരി പന്നലായെന്ന് പറഞ്ഞാലും ഇവന്മാർ മീൻസ് വെള്ളത്തിന് മുകളിൽ വന്ന് ബ്രീത്ത് ചെയ്യാനുള്ള ഇതുണ്ട്. ഇവന്മാർക്ക് എക്സ്റ്റേണൽ ലങ്സ് ഉണ്ട്. അത് കാരണം വെള്ളം വെച്ചിട്ട് ചീത്തയായാലും മുകളിൽ നിന്ന് വന്ന് ഇതെടുത്തോളും. കണ്ടില്ലേ, എൻ്റെ സൈസ് ഇപ്പം കാണിച്ചു തരാം, രണ്ടുള്ള വ്യത്യാസം. അപ്പോൾ നമ്മളൊരു ബേസിക് ഇൻട്രോ മാത്രമേ ബൈച്ചറിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോ പറയുന്നുള്ളൂ. കാരണം ഇനി അടുത്തുള്ള വീഡിയോയ്ക്ക് നമ്മൾ ആൽബിനോയെയും എൻഡിച്ചെറിയെയും റീഡ് സെനഗലിനെയും എല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അതിനകത്ത് പറയുന്നതായിരിക്കും. ഇപ്പം നടുവിനെ ഈ കുഞ്ഞുവിനെ തിരിച്ചു വിട്ടേക്കാം.
തിരിച്ച് ടാങ്കിനകത്ത് തന്നെ ഇട്ടേക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ സെനഗലിനെ നമ്മൾ തിരിച്ച് നമ്മുടെ മണ്ടക്കത്തെ ടാങ്കിൽ തന്നെ കൊണ്ടുവിടുകയാണ്. ഇത് ഇച്ചിരി കൂടെ ഒന്ന് വളർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുളത്ത് റിലീസാക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു സെനഗൽ വെറൈറ്റിയുമായിട്ട് കാണാം. അപ്പം ബൈ.